കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരി മാസം മലയാള സിനിമയെ സംബന്ധിച്ച് അടിപൊളിയായിരുന്നു. കാരണം ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ ഒരൊറ്റ മാസത്തിൽ തന്നെ കണ്ടിരുന്നു. അതേപോലെ ഈ വർഷത്തെ ഫെബ്രുവരി മാസത്തിൽ ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട് പ്രതീക്ഷയ്ക്ക് വകയുള്ള കുറേ റിലീസുകളുണ്ട്. സോ അതിൽ തന്നെ തുടക്കം തന്നെ നമുക്ക് വിടാമെന്ന് കുറിച്ചാണ് ഫെബ്രുവരി 6-ാം തീയതി. ഈ ഒരു മാസം തന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു തലപ്പടം വെച്ചിട്ടാണെന്ന് പറയാം. ഈ വർഷത്തെ ആദ്യത്തെ തലപ്പടമാണ്. ഇതുപോലെ തന്നെ ഈ വർഷം ഇനി ഒരു തലപ്പടം കൂടി ഇറങ്ങാനുണ്ട്. സോ 2 അജിത് ചിത്രം ഒരൊറ്റ വർഷം തന്നെ ഇറങ്ങും. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വർഷം തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു പടം കൂടിയാണ് ഈ പറഞ്ഞ ഗുഡ് ബാഡ് അഗ്ലി. സോ വിടാമെന്ന് കുറിച്ച് മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഒരു കൊമേഴ്ഷ്യൽ ടിപ്പിക്കൽ മാസ് മസാല എൻ്റർടൈനർ അല്ല, ഒരു നല്ല ഫിലിം എന്ന രീതിയിലാണ് ഈ സിനിമ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഇവർ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി നമുക്കറിയാവുന്ന 97-ൽ പുറത്തിറങ്ങിയ ബ്രേക്ക് ഡൗൺ സിനിമയുടെ റീമേക്കാണ്. ആ സിനിമയുടെ ഒരു ടെറൈൻ എന്താണ്, അതിൻ്റെ പോക്ക് എങ്ങനെയാണെന്നൊക്കെ അറിയാം. സോ അതിൽ വെറുതെ മാസ് കാണിക്കാനുള്ള, വെറുതെ അനാവശ്യ സീക്വൻസുകൾ കാണിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. വളരെ ലെയ്മനായിട്ടുള്ള, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സ്റ്റോറിയിൽ തന്നെയാണ് സിനിമയ്ക്കുള്ളത്. പക്ഷെ അത് ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ തമിഴ് ഫിലിം എടുക്കാനുള്ള ഒരു പ്രിമേഴ്സ് അതിനുണ്ട്. പ്രത്യേകിച്ച് അജിത്തിനെ പോലെ ഒരു ആക്ടർ ആപ്റ്റ് ആവുകയും ചെയ്യും. സോ അതിൻ്റെ ട്രെയിലറൊക്കെ കുറച്ചൊക്കെ പ്രോമിസിങ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സ്ഥിരം ക്ലീശേ മസാല പടം അല്ലാതെ ഒരു നല്ല പടം എന്ന രീതിയിലാണ്, ഒരു ക്ലാസ് പടമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് ഞാൻ പ്രതീക്ഷ വെച്ചിട്ടുള്ളത്. സിനിമ 6-ാം തീയതി തിയേറ്ററിലൂടെ റിലീസ് ചെയ്യും. ഓൾറെഡി ഇതിനു മുമ്പ് ഒരു 2 വർഷമായി ഇപ്പോൾ ഒരു തലപ്പടം കണ്ടിട്ട്. തുനിവൊക്കെ ഇറങ്ങിയത് 2022 അല്ലെങ്കിൽ 23-ലോ 22-ഒക്കെയാണ് തോന്നുന്നു. വാരിസിൻ്റെ കൂടെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് 1 മണിക്കായിരുന്നു ഷോ. തന്നെ അത് കഴിഞ്ഞ് 4 മണിക്ക് വാരിസിൻ്റെ ഫാൻ ഷോ. സോ അങ്ങനെ ആ 1 മണിക്കൊക്കെ ആ ഷോ ഇറക്കിയിട്ട് അവിടെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരാൾ മരിക്കൊക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലൊക്കെ. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഫാൻ ഷോസ് ഒന്നും ഇല്ലാത്തത്. തമിഴ്നാട്ടിൽ തന്നെ ഇതിൻ്റെ റിലീസ് ഉണ്ടെങ്കിലും ടൈമൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അവിടെ നമുക്കിവിടെ 4 മണിക്ക് കിട്ടാറില്ല, അവർക്ക് അതുപോലും കിട്ടാറില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ 4 മണിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫാൻ ഷോ ഒക്കെ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വിടാമെന്ന് കുറിച്ചുള്ള റിലീസ് വരുന്നത്. എങ്കിലും ഒരുപാട് എക്സ്പെക്ടേഷനുള്ള ബുക്കിംഗ് ഷോയിലേക്ക് ഇപ്പോൾ തന്നെ ഭയങ്കര ബുക്കിംഗ് നടക്കുന്നുണ്ട്. സോ കുറച്ച് പ്രതീക്ഷയുള്ളൊരു പടമാണ് വിടാമെന്ന് കുറിച്ചുള്ള റിലീസ് എന്ന് പറയും. ഇതേപോലെ തന്നെ ഈ മാസം തന്നെയാണ് ഇൻ്റർസ്റ്റെല്ലറിന് റിലീസ് ഉള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം 7-ാം തീയതി. കഴിഞ്ഞ ഡിസംബറിലൊക്കെ റിലീസ് ചെയ്യേണ്ട ഒരു പടമായിരുന്നു. പുഷ്പ കാരണമൊക്കെയാണ് ഇതിൻ്റെ റിലീസ് ഐമാക്സ് എന്ന് മാറ്റി വെച്ചത്. ദെൻ ഐ തിങ്ക് ഐമാക്സ് ഒഫീഷ്യലിലേക്ക് ഇന്ത്യയിൽ നിന്ന് കുറേ എൻക്വയറി ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, എപ്പോഴായിരിക്കും റിലീസ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഫൈനലി അവരിപ്പോൾ റിലീസ് പ്രഖ്യാപിച്ച്. ഓൾറെഡി വൻ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ വൻ ബുക്കിംഗ് ആണ്. ഒരൊറ്റ സീറ്റ് പോലും കിട്ടാനില്ല. ഒരു പക്ഷേ ഐമാക്സ് ഹിസ്റ്ററിയിൽ തന്നെ, ഇന്ത്യൻ ഐമാക്സ് ഹിസ്റ്ററിയിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ റിലീസ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും അധികം ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കാൻ പോകുന്നൊരു പടമായിരിക്കും ഇൻ്റർസ്റ്റെല്ലറിൻ്റെ റിലീസ്. അതെന്താണെന്ന് ചോദിച്ചാൽ ആ പടം ഒരു നോളം പടമാണ്. അത് കണ്ടവർക്കറിയാം, എത്ര വട്ടം കണ്ടാലും മതി വരാത്തൊരു പടം. അതിൻ്റെ ഐമാക്സിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള, ഐമാക്സിൽ തന്നെ കാണേണ്ട ഒരു പടം. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ ഐമാക്സിൽ കണ്ടിട്ടുണ്ടാവില്ല. ഐ തിങ്ക് ഞാനൊക്കെ 14-ലോ എന്തിലാണ് ഇറങ്ങിയത്. ഇത് ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ നോർമൽ തിയേറ്ററിൽ നിന്നായിരുന്നു. അന്ന് ഒരു മനുഷ്യനിലായിരുന്നു ഇതൊക്കെ ഇറങ്ങിയ സമയത്ത്. ഈവൻ ഡൺകിർക്ക് ഇറങ്ങിയപ്പോൾ ആളില്ലായിരുന്നു. ദെൻ ഈ പറയുന്ന ടെനറ്റ് ഇവിടെ റിലീസ് ഉണ്ടായിരുന്നില്ല, കോവിഡ് ആയിരുന്നു, ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആളില്ലായിരുന്നു. ഓപ്പൺ ഹൈമറിനാണ് പിന്നെ ഒരു നോളൻ പടത്തിന് ഒരു ഓളമെന്നല്ല കുറേ ആൾക്കാരായിട്ട് കണ്ടത് ഐമാക്സിൽ. സോ ഒരു ഐമാക്സിൽ കാണേണ്ട ഒരു പടം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ റിലീസ് വന്നപ്പോൾ ഇത്രയധികം ഹൈപ്പ് ഈ സിനിമയ്ക്ക് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അജാതി ഹൈപ്പാണെന്ന് പറഞ്ഞാൽ അജാതി ഹൈപ്പാണ്. ഐമാക്സിലൊന്നും സീറ്റ് കിട്ടാനില്ല. ഇറങ്ങിയ സമയത്ത് ഇതിന് ബുക്കിംഗ് തുടങ്ങി ഓപ്പണായി 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഡേയിലെ എല്ലാ ഷോസും, ഫസ്റ്റ് ഷോ എന്നല്ല എല്ലാ ഷോസും ഹൗസ്ഫുള്ളായിരുന്നു, ഒട്ടുമിക്ക എല്ലാ ഐമാക്സിലും. സോ അത്രയധികം ഡിമാൻഡ് വെച്ചിട്ടാണ് ഇൻ്റർസ്റ്റെല്ലറിൻ്റെ ഈ റിലീസ് വരുന്നത്. 7-ാം തീയതിയാണ് ഇന്ത്യയിൽ റിലീസ് ഉള്ളത്. ഇത് ഐ തിങ്ക് നോർമൽ സ്ക്രീൻസിൽ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഈ റിലീസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഐമാക്സിൽ തന്നെ കാണണം. അല്ലെങ്കിൽ പിന്നെ കണ്ടിട്ട് കാര്യമില്ല. ആസ്പെക്ട് റേഷ്യോ സ്വിച്ച് ആവുന്നൊരു പടമാണ്. കംപ്ലീറ്റ് ഐമാക്സിലല്ല, ഒരു അറൗണ്ട് ഒരു 60-70 മിനിറ്റൊക്കെ ആയിരിക്കും സിനിമയിൽ ഐമാക്സ് സ്കോപ്പ് റേഷ്യോ ഉള്ളത്. ബാക്കിയൊക്കെ നമുക്ക് നോർമൽ സിനിമ സ്കോപ്പിലായിരിക്കും സിനിമ ഓടുക. സോ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കാണാൻ പറ്റുന്നൊരു പടമാണ് ഇൻ്റർസ്റ്റെല്ലറിൻ്റെ റിലീസ്. ദെൻ ലവ് ഹേർട്സ് എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് സിനിമ കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയിൽ വൈഡ് റിലീസ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ്. ഇതിൻ്റെ പോസ്റ്റേഴ്സും ട്രെയിലറൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉള്ള സാധനമാണ്. ദെൻ മേത്ത ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമയും 7-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ. ദെൻ നാഗചൈതന്യയും സായ് പല്ലവിയും പ്രധാന വേഷത്തിലെത്തുന്ന തണ്ടൽ എന്ന സിനിമയും 7-ാം തീയതി തന്നെയാണ് പുറത്തിറങ്ങുന്നത്. കൂടാതെ മലയാളത്തിൽ നിന്നും ജോർജ്, സുരാജ്, അലൻസിയർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന നാരായണീന്റെ 3 ആൺമക്കൾ എന്ന് പറയുന്ന ഒരു സിനിമ കൂടി മലയാളത്തിൽ നിന്ന് ഫെബ്രുവരി 7-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ നെറ്റ്ഫ്ലിക്സിന്റെ വിച്ചർ യൂണിവേഴ്സിൽ നിന്നും വിച്ചർ സൈറൻസ് ഓഫ് ദി ഡീപ്പ് എന്ന് പറയുന്ന ഒരു സീരീസ് കൂടി പുറത്തിറങ്ങുന്നുണ്ട് ഫെബ്രുവരി 11-ാം തീയതി. കൂടാതെ നെറ്റ്ഫ്ലിക്സിൽ തന്നെ കോബ്രയുടെ സീസൺ 6 അതിന്റെ പാർട്ട് 3, അതായത് അതിന്റെ ഫൈനൽ പാർട്ട് ഫെബ്രുവരി 13-ാം
23 ആയിരിക്കും പുറത്തിറങ്ങുക. ദെൻ പിന്നെയുള്ള ഫെബ്രുവരി 14 അതായത് നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് ഒരുപാട് സിനിമകളുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് പടങ്ങളുണ്ട്. അതിൽ തന്നെ ആദ്യത്തെ MCUവിൽ നിന്നും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നും ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 14 തന്നെ വിക്കി കൗശലും രശ്മിക പ്രധാന വേഷത്തിലെത്തുന്ന ചവ്വ എന്ന് പറഞ്ഞ പടം കൂടി തിയേറ്ററിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ മലയാളത്തിൽ നിന്നും അരുൺ ഡി ജോസിന്റെ സംവിധാനത്തിൽ അർജുന അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ബ്രൊമാൻസ് എന്ന പടവും ആന്റണി വർഗീസിന്റെ ദാവീദ് എന്ന പടവും സജിൻ ഗോപു അനശ്വര കോംബോ എത്തുന്ന പൈങ്കിളി എന്ന പടവും മലയാളത്തിൽ നിന്ന് ഫെബ്രുവരി 14 റിലീസ് ഉണ്ട്. ദെൻ ആപ്പിൾ TV+ലൂടെ ദി ജോർജ് എന്നൊരു പടം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. മൈൽസ് ടെല്ലറും ആനിയ ടൈലർ ജോയൊക്കെയാണ് ഈ ഒരു സൈഫൈ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ദെൻ ഈ 14 തന്നെയാണ് യെല്ലോ ജാക്കറ്റ്സിന്റെ സീസൺ 3 കൂടി പുറത്തിറങ്ങുന്നത്. ദെൻ ഫെബ്രുവരി 20 കുഞ്ചാക്കോ ബോബൻ ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടി പുറത്തിറങ്ങുന്നുണ്ട്. കൂടാതെ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ റീച്ചറിന്റെ സീസൺ 3യും ദെൻ റോബർട്ട് ഡെനിയോറെ പ്രധാന വേഷത്തിലെത്തുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ സീരീസ് ആയ സീറോഡയും നെറ്റ്ഫ്ലിക്സിലൂടെ ഇതേ ഫെബ്രുവരി 20 തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ദെൻ ഫെബ്രുവരി 21 ധനുഷ് അടുത്തതായിട്ട് ഡയറക്ട് ചെയ്യുന്ന പടം നിലാവുക്ക് എന്മേൽ എന്നടി കോപ്പ് എന്ന് പറഞ്ഞ സിനിമ കൂടി പുറത്തിറങ്ങുന്നുണ്ട് ഫെബ്രുവരി 21. ഇതേ 21 തന്നെ മലയാളത്തിൽ നിന്നും ഉണ്ണിമുഖന്റെ ചിത്രമായി ഗെറ്റ് സെറ്റ് ബേബി കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 21 സ്റ്റീഫൻ കിങ്ങിന്റെ ഒരു ഹൊറർ സ്റ്റോറി ആസ്പദമാക്കിയിട്ടുള്ള ഹോളിവുഡിൽ നിന്ന് ഒരു ഹൊറർ ത്രില്ലർ സിനിമ പുറത്തിറങ്ങുന്നത് ദി മങ്കി. കൂടാതെ ഇതേ ദിവസം തന്നെയാണ് മാർട്ടിൻ ഗാബ്രിയൽ സംവിധാനത്തിൽ ഡെയ്സി റൈറ്റ്ലി പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായ ക്ലീനർ എന്ന പടവും പുറത്തിറങ്ങുന്നത്. ദെൻ ഇതേ ദിവസം തന്നെ ഫെബ്രുവരി 21 തന്നെയാണ് പ്രദീപ് രംഗനാഥിന്റെ ഏറ്റവും പുതിയ സിനിമ ഡ്രാഗൺ കൂടി പുറത്തിറങ്ങുന്നത്. പിന്നുള്ള റിലീസ് 27-28 സൗബിൻ സൗബിൻ ചിത്രം മച്ചാന മാലാഗയും ദെൻ നെറ്റ്ഫ്ലിക്സിലൂടെ ഒരു മാംഗ ബേസ്ഡ് ആക്ഷൻ മൂവിയായി ഡീമൺ സിറ്റിയും പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 27 തന്നെയാണ് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഹൗസ് ഓഫ് ദി ഡാവീദ് എന്ന് പറഞ്ഞ ഒരു സീരീസ് കൂടി പുറത്തിറങ്ങുന്നത്. ഇതിന്റെ ട്രെയിലർ കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദെൻ 28 തമിഴിൽ നിന്നും ഒരു ഹൊറർ ത്രില്ലർ ചിത്രം പുറത്തിറങ്ങുന്നുണ്ട് ശബ്ദം. സോ ഇത്രയും സിനിമകളും സീരീസുകളൊക്കെയാണ് ഫെബ്രുവരി മാസത്തിലുള്ള പ്രധാന റിലീസുകൾ. ഇതിൽ തന്നെ നിങ്ങളെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏത് സീരീസ് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു റോളിലോട് വീണ്ടും കാണാം.